മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ബെന്നി ബെഹനാൻ MP. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി പ്രതിഷേധിക്കുമെന്നും ബെന്നി ബെഹനാൻ മീഡിയ വണിനോട് പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനോട് തുടരുന്ന അവഗണനയ്ക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ നമ്മോടൊപ്പം ബെന്നി ബെഹനാൻ MP ചേരുന്നുണ്ട്. എത്തരത്തിലാണ് വലിയൊരു പ്രതിഷേധവുമായിട്ട് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത്? ഞങ്ങൾ ഈ പാർലമെന്റ് സെഷനിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള UDF MLA മാർ ശക്തമായി ഉന്നയിക്കാൻ പോകുന്ന ഒന്ന് വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയാണ്. ഈ പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ MP മാരുടെ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ ആവശ്യം ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ഈ ആവശ്യം ഉന്നയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഈ അവഗണന തികച്ചും ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ട് പോലും പ്രധാനമന്ത്രി അവിടെ വന്ന് അവിടെയുള്ള ആളുകളുമായി സംസാരിച്ച് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പ്രധാനമന്ത്രി വാക്ക് കൊടുത്തിട്ട് പോലും ഇന്നെടുത്തിരിക്കുന്ന നിഷേധാത്മകമായ സമീപനം വലിയ ഒരു തെറ്റാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. അതുമാത്രമല്ല, പ്രതികരണത്തിന് കുറച്ചുകൂടി ആക്കവും ശക്തിയും കൂടാൻ പോകുന്നു. കാര്യം ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യും. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി കൂടി ഇന്ത്യയുടെ പാർലമെൻറ്റ് വരുമ്പോൾ ഈ വയനാട് ദുരന്തത്തെ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായി പോരാട്ടത്തിന് പ്രിയങ്ക ഗാന്ധി നേതൃത്വം കൊടുക്കും. അവരോടൊപ്പം നിന്ന് കോൺഗ്രസ്, കേരളത്തിൽ നിന്നുള്ള MP മാർ, UDFൻ്റെ MP മാർ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പരിഗണനയും മാറ്റിവെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കാനും പാർലമെന്റിനകത്തും പുറത്തും സമരപരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള മണ്ഡലത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ളൊരു സമര പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണല്ലേ? സ്വാഭാവികമാണല്ലോ. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ MLA ആയപ്പോൾ ഇന്ന് വയനാടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി ഉന്നയിക്കാൻ പോകുന്നൊരു വിഷയം വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അവഗണനയായിരിക്കും. അത് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ കാര്യം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ UDFന് കുറച്ചുകൂടി ശക്തിയും അതുപോലെ തന്നെ ആർജവും കിട്ടുമെന്ന കാര്യം സംശയമില്ല. എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ പോരാട്ടവുമായി പാർലമെന്റിനുള്ളിൽ നീങ്ങാനാണ് എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാരുടെ തീരുമാനം. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം സജു തോമസ്.